വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് സിമ്പിൾ ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻസ് കാണിക്കാം. ഇതിലിപ്പോൾ കാണിക്കുന്ന പല ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻസിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം അധികവും സ്ലീവിൻ്റെ എൻഡിലും നെക്കിലും ചെയ്തിരിക്കുന്ന ബീഡ്സ് വിത്ത് എംബ്രോയിഡറി വർക്കാണ്. മെറ്റീരിയലിൻ്റെ സെയിം കളർ ബീഡ്സ് തന്നെയാണ് ഈ രണ്ട് സ്ലീവിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ സെയിം വർക്കാണ്. ഇതിൽ മെറ്റീരിയലിൻ്റെ സെയിം കളർ ബീഡ്സ് അല്ല, മറ്റൊരു കളർ ബീഡ്സ് ആണ് ഉപയോഗിച്ചത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ കൂടെ ബീഡ്സ് അറ്റാച്ച് ചെയ്തെടുത്ത ഒരു ഡിസൈനാണിത്. ഈ ടോപ്പിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ ചെയ്തിരിക്കുന്നു. ഈ വർക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതും അതേ പാറ്റേണിൽ തന്നെ ചെയ്തെടുത്ത മറ്റൊരു വർക്കാണ്. ഇത് ദുപ്പട്ടയുടെ സൈഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വർക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് വലിയ ഗോൾഡൻ കളർ ബീഡ്സ് ആണ്. അതുപോലെ തന്നെ ത്രെഡ് സിൽക്ക് ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് വലിയ ബീഡ്സ് ആയതുകൊണ്ടാണ് ബീഡ്സുകൾ തമ്മിൽ കുറച്ച് ഗ്യാപ്പ് കൊടുത്തത്. ബീഡ്സുകൾ തമ്മിലുള്ള ഗ്യാപ്പിൻ്റെ അളവ് കുറച്ചിട്ടും ഈ ഒരു ഡിസൈൻ ചെയ്യാം. സാരിയുടെ ബോർഡറിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിൾ ഡിസൈനാണിത്. ഇതാണ് മറ്റൊരു വർക്ക്. ഈ വർക്കിലും മെറ്റീരിയലിൻ്റെ സെയിം കളർ ബീഡ്സ് ആണ് ഉപയോഗിച്ചത്. നെക്കിൻ്റെ അതേ ഷേപ്പിൽ 2 ലെയറായിട്ട് ബീഡ്സ് തുന്നി പിടിപ്പിച്ചു. ബീഡ്സ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് ഉപയോഗിച്ചത്. മെറ്റീരിയലിൻ്റെ സെയിം കളർ ത്രെഡാണ് ഉപയോഗിച്ചത്. പിന്നെ ചെയ്തിരിക്കുന്നത് നെക്ക് അറ്റാച്ച് ചെയ്ത ആ ഒരു മെഷീൻ സ്റ്റിച്ച് കവർ ചെയ്തുകൊണ്ട് ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ ബ്ലാക്ക് ത്രെഡ് കൊണ്ട് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് കൊടുത്തു. മെറ്റീരിയലിൻ്റെ സെയിം കളർ ബീഡ്സ് ആണ് അറ്റാച്ച് ചെയ്തത്. ഈ ബീഡ്സിന് ബ്ലാക്ക് ബോർഡർ പോലെ ബ്ലാക്ക് ത്രെഡ് കൊണ്ട് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്തു. ബ്ലാക്ക് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. ബ്ലാക്ക് കളർ ഫ്രഞ്ച് നോട്ട് കണ്ടാൽ പെട്ടെന്ന് ബ്ലാക്ക് ബീഡ്സ് പോലെ തോന്നും. ബ്ലാക്ക് ബീഡ്സിന് പകരം ബ്ലാക്ക് ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ച് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് കൊടുത്തു. ഈ സെയിം സ്റ്റിച്ച് പാറ്റേൺ തന്നെ ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ടിലും ചെയ്തു. 2 ഫ്രണ്ട് നോട്ട് സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ ഒരു ബീഡ്സ് എന്ന രീതിയിലാണ് ഈ വർക്ക് ചെയ്തത്. ഇത് ബീഡ്സ് തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. കുറച്ചും കൂടി ഹെവി വർക്ക് ചെയ്യണമെങ്കിൽ ഈ ബീഡ്സിൻ്റെ ഗ്യാപ്പിലൊക്കെ വീണ്ടും ഇതേ പാറ്റേണിൽ തന്നെ ഈ സെയിം വർക്ക് തന്നെ ചെയ്തു കൊടുത്താൽ മതി. ഇതെങ്ങനെയാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ജോയിൻറ്റ് സ്റ്റിച്ച് വരുന്നുണ്ട്. ഈ സ്റ്റിച്ച് വരെയാണ് ഈ ബീഡ്സ് വർക്ക് ചെയ്തത്. അടുത്തത് ഈ വർക്കാണ്. ഒരു മിറർ വർക്കും മിററിൻ്റെ പകുതി ഭാഗം സ്റ്റോൺ വർക്കും കൂടി ചെയ്തിരിക്കുന്നു. ഈ മിറർ റെഡിമെയ്ഡ് ആണ് വാങ്ങിച്ചത്. പിന്നെ ബ്ലൂ കളർ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്താണ് ഈ റെഡിമെയ്ഡ് മിറർ ഈ മെറ്റീരിയലിലേക്ക് അറ്റാച്ച് ചെയ്തത്. ഇതും ഒരു ടോപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ റെഡിമെയ്ഡ് മിറർ മെറ്റീരിയലിലേക്ക് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത ശേഷം ആ മിററിന് ചുറ്റും ജസ്റ്റ് ഒരു ഡയമണ്ട് ഷേപ്പിൽ ബ്ലൂ കളർ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് കൊണ്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തതാണ്. 2 ലെയർ ചെയിൻ സ്റ്റിച്ച് ആണ് ചെയ്തത്. പിന്നെ ത്രെഡിന് മാച്ച് ആയിട്ടുള്ള ബ്ലൂ കളർ സ്റ്റോൺ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇതുപോലെ പല ഷേപ്പിലുള്ള റെഡിമെയ്ഡ് മിറേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ളത് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പല കളറും പല ഷേപ്പ് സ്റ്റോൺസും അവൈലബിൾ ആണ്. നമ്മുടെ മെറ്റീരിയലിൻ്റെ കളറിനനുസരിച്ച് അതിന് മാച്ച് ആയത് തിരഞ്ഞെടുക്കാം. നമ്മുടെ ഡ്രസ്സിന് ആപ്റ്റ് ആവുന്നത് ഏതാണോ അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഈ ടോപ്പിന് ബോട്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഈ നെക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ കളർ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ച് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തു. ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് നെക്കിന് നല്ല നീറ്റ് ഫിനിഷിംഗ് ആണ്. പിന്നെ ഈ ടോപ്പിൻ്റെ സ്ലീവിൽ ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ്. സെയിം ബ്ലൂ കളർ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തത്. ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് സ്ലീവിൽ ബ്ലൂ കളർ ബീഡ്സ് തുന്നി പിടിപ്പിച്ചതുപോലെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്.
കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ചധികം ഹാൻഡ് വർക്ക് ഡിസൈൻ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.